അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക? ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ പോലും കരഞ്ഞുപോയി. പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ആർക്കും നീ വരുത്തല്ലേ റബ്ബേ. 62 ദിവസമാണ് ആ കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. മരണവാർത്തയാണ്. ഇന്ന് ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. അതുപോലുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബേ, എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു പ്രവാസിയുടെ അവസ്ഥ അതാണ് ഏറെ വേദനിപ്പിച്ചത്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ് 62 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ മോർച്ചറിയിൽ. എന്താ അല്ലേ പ്രിയപ്പെട്ടവരെ, കേരളക്കാരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. പ്രവാസ ലോകത്ത് നിന്നും വന്ന ഈ ഒരു വാർത്ത നമ്മളേവരും നെഞ്ചിടിപ്പോടെയാണ് നോക്കിക്കണ്ടത്. ജ്യേഷ്ഠന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഒരുപാടേറെ സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് മടങ്ങാൻ എയർപോർട്ടിലെത്തിയ കൊല്ലം സ്വദേശിയായ ഈ ഒരു യുവാവിനെ 2 മാസത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് നമ്മൾ ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിച്ച, ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. കണ്ടെത്തിയത് ഒമാനിലെ മോർച്ചറിയിൽ. ഒന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനകളിലായിരുന്നു ആ കുടുംബം. ഒരുങ്ങിക്കഴിഞ്ഞത് 62 ദിവസം. ആ ഒരു കല്യാണ വീട് മരണവീട് പോലെയായിരുന്നു അന്ന്. എന്താണ് ആ ചെറുപ്പക്കാരന് സംഭവിച്ചത്? കൊല്ലം അഞ്ചൽ കറുകോൺ സ്വദേശിയായ അനസ് നാസർ എന്ന 30 വയസ്സുകാരനായ ഈ ഒരു പ്രവാസിയാണ് ഈ ഒരു വിധിക്ക് കീഴടങ്ങിയത്. പാവം, ആ ഒരു ചെറുപ്പക്കാരൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയില്ല റബ്ബേ. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നറിയില്ല റബ്ബേ. വല്ലാത്തൊരു മരണമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 23 മുതൽ അനസിനെ കാണാതാവുകയായിരുന്നു. അങ്ങനെ അസൈബയിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഒടുവിൽ DNA പരിശോധനയിലാണ് ഒമാൻ പോലീസ് തിരിച്ചറിഞ്ഞത്. മനസ്സിലാവാൻ DNA ടെസ്റ്റ് വേണ്ടി വന്നു. 62 ദിവസമായി കാണാതായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയാണ്. അതാണ് മരണം. ഒമാനിലെ വാദി കബീറിൽ ജോലി ചെയ്യുകയായിരുന്ന അനസ് ജ്യേഷ്ഠന്റെ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷത്തോടെ ആയിരുന്നു കമ്പനിയിൽ നിന്നും ലീവ് എടുത്തത്. നാട്ടിലേക്ക് വരാനായി സഹോദരൻ എമൻഷയാണ് ഏപ്രിൽ 22-ന് അനസിനെ മസ്കത്ത് വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ടത്. പക്ഷേ പിറ്റേന്ന് രാവിലെ നാട്ടിലെത്തേണ്ടവൻ ഇതുവരെ നാട്ടിലെത്തിയില്ല. കുടുംബക്കാരൊക്കെ ആകെ ബേജാറിലായിരുന്നു. ഫോൺ വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫാണ്. പ്രിയപ്പെട്ടവന്റെ ഒരു വിവരവുമില്ലാതെ 62 ദിവസമാണ് ആ ഒരു കുടുംബം കണ്ണീരോടെ പ്രാർത്ഥനകളുമായി കാത്തിരുന്നത്. ഒടുവിൽ ആ കാത്തിരിപ്പ് അവസാനിച്ചത് ഒരു മരണവാർത്തയിലൂടെയായിരുന്നു. മകനെ വരവേൽക്കാൻ ഒരുങ്ങിയ ആ ഒരു വീട് ഇന്ന് അനാഥമായിരിക്കുന്നു. ആ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കണ്ണീരിനു മുന്നിൽ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. ആ പൊന്നുമോനെ തിരിച്ചറിയാൻ DNA ടെസ്റ്റ് വേണ്ടി വന്നു. മയ്യത്തായിട്ട് എത്ര ദിവസമായിരിക്കുമെന്ന് നമുക്കറിയില്ല പടച്ചറപ്പേ. വിയോഗത്തിൻ്റെ ഈ ഒരു കടും ദുഃഖം താങ്ങാനുള്ള ശക്തി ആ കുടുംബത്തിന് നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ് റബ്ബേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഓരോ ഫാത്തിയെങ്കിലും ഓതി ആ ഒരു സഹോദരൻ്റെ ഖബറിലേക്ക് എത്തിക്കണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, അനസ് നാസർ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ ഖബർ നീ സ്വർഗത്തിലെ ഒരു പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ചെറുപ്പക്കാരനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ.
ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ, നിനക്കറിയാലോ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, റഹ്മുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.